ലഹരിക്കെതിരായ ബോധവൽക്കരണവുമായി ആൾക്കൂട്ടങ്ങളിൽ സജീവമാവുകയാണ് കണ്ണൂർ ചെമ്പിലോട് സ്വദേശി രാകേഷ്. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലടക്കം ലീഗൽ സർവീസ് അതോറിറ്റി വോളണ്ടിയർ കൂടിയായ രാകേഷ് ഏകാംഗ നാടകവുമായി എത്തുന്നുണ്ട്. കണ്ണൂർ എക്സൈസ് ഓഫീസിന് മുന്നിൽ മഹിളാ കോൺഗ്രസിന്റെ ലഹരിക്കെതിരായ ഉപവാസ സമരം ഉദ്ഘാടന പ്രസംഗം പൂർത്തിയാക്കി KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇരുന്നു. ആ സമയത്താണ് കരച്ചിലടക്കാനാകാതെ ഒരു അച്ഛൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നിലേക്ക് വന്നത്. നന്നായി പഠിച്ചിരുന്ന പാട്ടുപാടുമായിരുന്ന ചിത്രം വരയ്ക്കുമായിരുന്ന മകനെ കാണാനില്ലെന്ന പരാതിയാണ് ആ അച്ഛൻ്റേത്. ഇത് കണ്ണൂർ ചെമ്പിലോട് സ്വദേശി രാകേഷ്. കഴിഞ്ഞ 2 വർഷമായി ലഹരിക്കടിമപ്പെട്ട മകനെക്കുറിച്ചുള്ള വിലാപം ഏകാംഗ നാടകമാക്കി ആൾക്കൂട്ടങ്ങൾക്കിടയിൽ രാകേഷ് ഉണ്ട്. മകൻ ഇന്നലെ വീട്ടിൽ നിന്ന് വീട് വിട്ടു പോയിട്ടുണ്ട്. തിരിച്ചു വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ മകനെ അന്വേഷിച്ചിട്ട് വരുന്ന ഏത് പരിപാടി ആയിക്കോട്ടെ ആ സ്ഥലത്തേക്ക് വേദിയിലേക്ക് കടന്നു വന്ന് അവിടെയുള്ള നേതാക്കളോട് സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ വരുന്നത്. പിന്നെ അവസരത്തിൽ അവനുണ്ടായ അവൻ്റെ മാറ്റങ്ങൾ, പൊതുവിലുണ്ടായ മാറ്റങ്ങൾ അതെല്ലാം ഈ ജനങ്ങളുടെ മുമ്പിൽ പറയുമെന്ന്. പക്ഷേ എന്നിരുന്നാലും ഇനിയുള്ള എൻ്റെ ജന്മം ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ മോന പോലെ തന്നെ നിങ്ങളെല്ലാവരും മക്കളെ എൻ്റെ മക്കളായി കണ്ടുകൊണ്ട് അവർക്കെല്ലാം ഒരു കാവലാളായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇയാൾ പുറത്തു പോകുന്നത്. എൻ്റെ മോനെ എന്തായാലും കണ്ടെത്തും, മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്കിതിനെ പോരാടണം എന്ന ആഹ്വാനമായിട്ടാണ് ഈ അച്ഛൻ കടന്നു പോകുന്നത്. അന്നന്ന് തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്നയാളാണ് രാകേഷ്. പക്ഷെ ചെറുപ്പത്തിലെ മനസ്സിൽ ഇരുപ്പുറപ്പിച്ച നാടകവും സാമൂഹ്യ പ്രതിബദ്ധതയും രാകേഷിനെ കൊണ്ട് ഈ നാടകം കളിപ്പിക്കുകയാണ്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാരാ ലീഗൽ വോളണ്ടിയർ കൂടിയാണ് രാകേഷ്. DLSന്റെ സെക്രട്ടറി ആയിട്ടുള്ള വിൻസിയാൻ പീറ്റർ ജോസഫ് മാഡമാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. നമുക്ക് ലഘുവായി ജനങ്ങളെ എങ്ങനെ ബോധവൽക്കരിക്കാൻ പറ്റും, ലഹരി അതിക്രമിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ള ആഹ്വാനത്തിൻ്റെ ഭാഗമായാണ് നമ്മളിങ്ങനെ നാടകം അണിയിച്ചൊരുക്കിയത്. ഇതിൻ്റെ രചനയും സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ ബിനേഷ് ചാലയാണ്. ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള സുമേഷ് കാഞ്ഞിരിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത്രമാത്രം വേദികൾ പിന്നീട് നമുക്ക് പോലും ചിന്തയുണ്ടായി. പക്ഷേ ഇപ്പോൾ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിൻ്റെ കഥാപാത്രത്തിലെ ഈ നിമിഷങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യം കൂടുതലാണ് ഈ നാടകത്തിന്. അച്ഛൻ എന്നാണ് ഈ നാടകത്തിൻ്റെ പേര്. കണ്ണൂർ ജില്ലയ്ക്കകത്തും പുറത്തുമായി 126ാമത്തെ വേദിയായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ ഉപവാസ പന്തൽ. ഇതിനുശേഷവും 2 വേദികളിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി രാകേഷ് എത്തി. 2 വർഷം മുന്നേ നാടകത്തിന്റെ കഥയായി ബിനേഷ് ചാല എഴുതിവച്ചതൊക്കെ ഇന്ന് നേർക്കാഴ്ചയാകുമ്പോൾ മകന്റെ നീല ബാഗും പോകല്ലേ ആ വഴി എന്ന സന്ദേശവുമായി അടുത്ത ആൾക്കൂട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഈ കലാകാരൻ. ന്യൂസ് മലയാളം, കണ്ണൂർ.